കാര്യമായ വികസനം വന്നില്ല കഴിഞ്ഞ 5 വർഷം കൊണ്ട്. കഴിഞ്ഞ ഈ നിലവിലുള്ള മേഴ്സിക്കുട്ടിയമ്മ കൊണ്ടുവന്ന ഓൺഗോയിങ് പദ്ധതികളല്ലാതെ പിന്നെ ഒരു മൊട്ടുസൂയുടെ പദ്ധതികൾ ഇവിടെ വന്നിട്ടില്ല. വെല്ലുവിളിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഇപ്പം ഒരു ബ്രോഷർ ഇറക്കിയിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് അറിയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മേഴ്സ മത്സരിച്ചപ്പോൾ ഒരു ബ്രോഷർ നമ്മൾ ഇറക്കി 1400 കൂടി. അതിനകത്തുനിന്നും പ്രസക്തമായ ഭാഗങ്ങളെല്ലാം വെട്ടിയെടുത്തിട്ടാണ് ഇപ്പോൾ ഒരു ബ്രോഷർ ഇറക്കിയിരിക്കുന്നത്. ആകെ 21 കോടി രൂപയുടെ MLA ഫണ്ടിന് കുറെ ഹൈമാസ് ലൈറ്റ് ഇട്ടു എന്നുള്ളതല്ലാതെ ഒരു വർക്ക് മണ്ഡലത്തിൽ നടക്കുന്നത്. ജനങ്ങളെല്ലാം ബോധരാണ്. അത് അക്കാര്യത്തിൽ തന്നെ എല്ലാവരോടും വിളിച്ചു പറയാണ്. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടി ജനങ്ങൾ പറയുക. പക്ഷെ പെൻഷൻ 3000 കൊടുക്കാമെന്ന് പറയുന്നു. കുണ്ട്ര പോലൊരു മണ്ഡലത്തിൽ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഇതൊക്കെ ബാധിക്കാൻ സാധ്യതയില്ലേ? ഒരു കാരണവശാലും ബാധിക്കില്ല. കാര്യം അവരുടെ ജീവിതാനുഭവങ്ങൾ തിരിച്ചറിവിന്റെ ബാലപാഠങ്ങളാക്കുന്ന ജനങ്ങളാണ്. പ്രത്യേകിച്ച് കുണ്ട്രക്കാർ നല്ല രാഷ്ട്രീയമുള്ളവരാണ്. അവർ തൊഴിലാളികളാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇരവിപുരം മണ്ഡലത്തിന്റെ ഭാഗമായി ചേർന്ന 3-4 പഞ്ചായത്തോടെ ചേർന്ന് കൊടുക്കുന്നുണ്ട്. നല്ല ചായ പറയാതിരിക്കാൻ നിർത്തിയില്ല. ചേട്ടാ ചായ സൂപ്പർ കേട്ടോ, അടിപൊളി ചായ. മുക്കട ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനത്തെ ചായ നമ്മൾ പ്രതീക്ഷിച്ചില്ല. അടിപൊളി. അന്താ മുക്കട നല്ല ചായ ഇടുന്ന ആൾക്കാർ അങ്ങനല്ല ഉദ്ദേശിച്ചത്. പൊതുവെ ആൾക്കാർ തിരക്കൊക്കെ കൂടുമ്പോൾ ചായയുടെ കടുപ്പം കുറയുമല്ലോ. പറഞ്ഞു കേട്ടില്ല എന്നും വരണമെന്ന് പറഞ്ഞു. അത് കൊള്ളാം. ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയാ മൊത്തത്തിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെ ഉണ്ട്? ഉറക്കാൻ കിട്ടുന്നില്ല. ആര് വരുമെന്ന് ഓർത്തിട്ടാണോ? എന്താ സർക്കാർ മാറണമെന്നൊരു അഭിപ്രായം ഉണ്ടോ? അങ്ങനെ അഭിപ്രായം ഇല്ലേ? ആണോ ചേച്ചി? അങ്ങനെ തന്നെയാണോ? എന്തിന് സർക്കാർ തുടരണം? മാനുഷിക മൂല്യങ്ങളുണ്ട് സർക്കാരിന്. 10 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു സർക്കാരിന്? പിണറായി സർക്കാരിന്റെ കുഴപ്പമില്ലാതെ പോയി. തുടരണം എന്നാണ്. പെൻഷൻ കിട്ടുന്നു, വികസനമൊക്കെ ഉണ്ടോ? മറുഭാഗത്ത് വികസനം ഇല്ലെന്നാണ് പറയുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടോ? ആണോ? സജിമോനെ നിങ്ങൾ ജയിപ്പിക്കുവോ? സജികുമാറിനെ ജയിപ്പിക്കുവോ? ഉറപ്പായിട്ടും. ഓക്കെ. മാനുഷിക മൂല്യങ്ങളുണ്ടെന്നാണ് നമുക്ക് ചായ അടിച്ചെന്ന് ചേട്ടൻ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് അല്ലേ? പൊതുവെ ഉണ്ട്. ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ പൊതുവെ SL സജികുമാർ ജയിക്കണം എന്നൊരു വികാരമുണ്ട്. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തുടരണം. കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് സസന്തോഷം ജീവിക്കണം, സമാധാനത്തോടെ. ക്രമസമാധാനം, മറ്റു കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണോ? വ്യാവസായിക പുരോഗതി, ക്രമസമാധാനം, പവർ കട്ടില്ലാത്ത നമ്മുടെ സ്റ്റേറ്റ്, വർഗീയ ലഹളയില്ലാത്ത സ്റ്റേറ്റ്, എന്തുകൊണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർന്ന് ഭരിക്കണമെന്നുള്ളതാണ്. ഈ വോട്ടർമാരെ കാണുന്ന സമയത്ത് അവരുടെ ഒരു പോസിറ്റീവായിട്ട് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താ? അതായത് ഏത് കാരണത്താലാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് അവർ പറയുന്നതായിട്ട് മനസ്സിലാക്കുന്നത്? ഒരു സിംഗിൾ പോയിന്റ് പറഞ്ഞു. അവരുടെ ജീവിതാനുഭവങ്ങളെല്ലാം തിരിച്ചറിഞ്ഞവർ ഈ സർക്കാരിന് ഒരു ദൃഷ്ടി കൊണ്ട് പോലും ദോഷം സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുകയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങള് കശുവണ്ടി ഫാക്ടറിയിലൊക്കെ ചെല്ലുമ്പോൾ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാനെ, ഭഗവതിയെ, ദൈവമേ എന്ന് പറയുന്ന ഒരു കാഴ്ച ഇത് തുടരണം എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ അനുഭവങ്ങളാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരു തരത്തിലും ഒരാളിനെ പോലും ചേർത്ത് നിർത്താതെ പോയിട്ടില്ല. ചേർത്ത് പിടിക്കേണ്ടവരെ മുഴുവൻ ഈ ഗവൺമെന്റ് ചേർത്ത് പിടിച്ചു. അതിന്റെ അത്യുത്സാഹത്തിലാണ് ഈ നാട്.